ഉപജ്ഞാതാക്കളാണ് ഈ പരിപാടികൾ. ഉപജ്ഞാതാക്കൾ എന്നൊക്കെ പറഞ്ഞ ഇപ്പോഴത്തെ ജനറേഷൻ പറഞ്ഞ അറിയുന്നില്ല. ഹരിശ്രീ പ്രവീൺ എന്ന പേരിന്റെ പിന്നിലെ കഥ എന്താണ്? നമ്മൾ പണ്ട് കാലത്ത് നിനക്ക് ഓർമ്മ ഉണ്ടോന്നല്ല, നിനക്ക് കുഞ്ഞുനാളിലായിരിക്കാം, അല്ലെങ്കിൽ നീയൊക്കെ ജനിച്ചിട്ടുണ്ടോന്നല്ല, അപ്പൊ ഈ ഓഡിയോ കാസറ്റുകളൊക്കെ ഉണ്ട്. ഇപ്പൊ ഈ ഓഡിയോ കാസറ്റിന്റെ കമ്പനികൾ അപ്പോൾ ഏതെങ്കിലും ട്രൂപ്പിന്റെ പേര് അതിൻ്റെ ഒപ്പം ഉണ്ടെങ്കിൽ കലാഭവൻ അല്ലെങ്കിൽ ഹരിശ്രീ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പേരുകൾ ഉണ്ടെങ്കിൽ അത് വളരെ നല്ലതായിരിക്കും കാസറ്റ് മാർക്കറ്റ് ചെയ്യാൻ. അന്ന് കാസറ്റിൻ്റെ ഓഡിയോ കാസറ്റിൻ്റെ സമയത്ത്. അപ്പോൾ അന്ന് ഇങ്ങനെ കൊച്ചിൻ ഹരിശ്രീ, കൊച്ചിൻ കലാഭവൻ എന്നൊക്കെ പറഞ്ഞ വലിയ ദക്ഷിണേന്ത്യയിലെ വലിയ ട്രൂപ്പുകളുണ്ടായിരുന്നു. അപ്പോൾ അതിലൊരു ട്രൂപ്പിൽ ഞാൻ ഉണ്ടായിരുന്നു അനൗൺസറായിട്ട്. അപ്പോൾ അതുകൊണ്ട് ഹരിശ്രീ പ്രവീൺ അല്ലെങ്കിൽ പ്രവീൺ ഹരിശ്രീ എന്നീ കാസറ്റിൻ്റെ ഉപജ്ഞാതാക്കളാണ് ഈ പരിപാടികൾ. ഉപജ്ഞാതാക്കൾ എന്നൊക്കെ പറഞ്ഞ ഇപ്പോഴത്തെ ജനറേഷൻ പറഞ്ഞ അറിയുന്നില്ല. അതായത് അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ആളുകൾ. അവര് നമ്മുടെ പേരൊക്കെ ഇങ്ങനെ ഹരിശ്രീ പ്രവീൺ അല്ലെങ്കിൽ പ്രവീൺ ഹരിശ്രീ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം നമ്മളുടെ ഇരട്ടപ്പേര് നമ്മൾ ഇടുന്ന പേരല്ല, നാട്ടുകാർ നമുക്ക് ഇടുന്ന പേരായിരിക്കും ഏറ്റവും കൂടുതൽ ഫേമസ് ആവുന്നത് അല്ലേ. നമ്മൾ ഭയങ്കര ഇതിപ്പോൾ പേരുകളൊക്കെ നമ്മൾ ഉണ്ടാക്കി വെച്ചാലും നമുക്കൊരു ഇരട്ടപ്പേര് എന്തെങ്കിലും വീണ് കിട്ടി കഴിഞ്ഞാൽ അത് പെട്ടെന്ന് സ്പ്രെഡ് ആയിക്കോളും അല്ലേ. അപ്പോൾ അതുപോലെ തന്നെ ഇത് ഇരട്ടപ്പേരായിട്ടല്ല, എൻ്റെ പ്രൊഫഷണൽ പേര് തോമസ് തോപ്പിൽക്കുടി എന്ന് പറഞ്ഞൊരു ചേട്ടൻ ഉണ്ടായിരുന്നു, റൈറ്റർ. അദ്ദേഹമായിരുന്നു എനിക്ക് ഈ പേരിങ്ങനെ എൻ്റെ കാസറ്റുകളിലൊക്കെ കിട്ടുന്നത്.